ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്ന MTS 2024 കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ കുറച്ചൊരു അവയർനെസ് തരാൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ MTS എക്സാമിൻ്റെ അഡ്വാൻറ്റേജസ്, നിങ്ങൾ ഈ എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ ഈ ഒരു എക്സാം ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യം നിങ്ങളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കി തരിക. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും നമുക്ക് വൈകിക്കേണ്ട, എന്താണ് കാര്യങ്ങളെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അഡ്വാൻറ്റേജസ്. നിങ്ങൾക്ക് എല്ലാവരും ഒരു എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ ഡൗട്ടാണ് എന്തിനാണ് ഈ എക്സാം അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ എക്സാം അപ്ലൈ ചെയ്താൽ നിങ്ങൾ എവിടെ എത്തും, അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ MTS എന്ന് പറയുന്ന ഇത്രയും നമ്മുടെ ഒരു നല്ലൊരു പോസ്റ്റ് ഇപ്പോൾ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്തുകൊണ്ട് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് പോകണം. അതിന് വേണ്ടിയായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഫസ്റ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട അഡ്വാൻറ്റേജ്, മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് MTS എന്താണെന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാണ്? 10ാം ക്ലാസ് യോഗ്യത. 10th പാസ്സായിട്ടുള്ള എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, 10th പാസ്സായിട്ടുള്ള, ഇപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 10th ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് ഇപ്പം തന്നെ പോയി അപ്ലൈ ചെയ്തുകൂടെ? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി, അതായത് ഈ 15 വയസ്സിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ, 15 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ കയറുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വപ്നമാണ്. ചില വീട്ടിലെ സാഹചര്യമൊക്കെ വെച്ച് നിൽക്കുന്നവർക്കാണെങ്കിൽ ആ ഒരു സ്വപ്നമാണ് എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ, 10th പാസ്സായിട്ടുള്ള എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ CGL പ്രിപ്പയർ ചെയ്യുന്നവരായാലും CHSൽ പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പോകുന്നവരായാലും എല്ലാ പേർക്കും എന്തിൻ്റെ, നമുക്ക് 10th ക്വാളിഫൈ ആയവരായിരിക്കുമല്ലോ എല്ലാ പേരും, അവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു അനലൈസിങ് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത്ര ഒരു ഈസി ആയിട്ടുള്ള എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തെടുക്കാനൊക്കെ ഉള്ള ഒരു അവസരം തന്നെയാണ് ഈ ഒരു MTS എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 10th പാസ് ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിക്കുക. അത് കഴിഞ്ഞ് എന്താണ് മെയിൻ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നോൺ ടെക്നിക്കൽ പോസ്റ്റ് ആണ്. ഇല്ലേ, നമ്മളിപ്പോൾ ഒരുപാട് പേർക്ക് എന്താണ് ടെക്നിക്കൽ പോസ്റ്റുകൾ വിളിക്കുക. അപ്പൊ ടെക്നിക്കൽ ഫീൽഡിൽ നോളജ് ഇല്ലാത്തവർക്ക് പോലും എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് ഈ MTS പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു വലിയൊരു നോളജ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്കില്ല്, ടൈപ്പിംഗ് സ്കില്ല്, ഇങ്ങനെയൊക്കെ ഉള്ള വലിയ വലിയ നോളജ് ഒന്നും ഉണ്ടാവേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. നിങ്ങൾക്ക് എന്ത് വരുന്നില്ല എന്നുള്ളൊരു പോയിന്റും കൂടെ നിങ്ങൾക്ക് അവിടെ ആലോചിക്കാം. അല്ലേ, ITA പഠിക്കുന്നവരായാലും അവർക്കൊക്കെ എന്താ അത്രയും കോഴ്സസ് ഒന്നും കഴിയാതെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ള ടെക്നിക്കൽ പോസ്റ്റ് പോലെ ഒന്നും അല്ല. ഇത് ആർക്കും അപ്ലൈ ചെയ്യാം. 10 കഴിഞ്ഞ് നിൽക്കുന്ന ആർക്കും അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അവിടെ എന്തില്ല, ഡിവിഷൻ ഇല്ല. കൊമേഴ്സ് പഠിച്ചവനായിക്കോട്ടെ, അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിച്ച ആളായിക്കോട്ടെ, എന്ത് പഠിച്ചാലും, അതിപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന ആളായാലും 10ന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ പേർക്കും എന്ത് ചെയ്യാം, ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഒരു സത്യം. അത് കഴിഞ്ഞ് എന്താ പ്രത്യേകത, മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പേപ്പർ 1 CBE ഒള്ളിയാണ്. അതായത് നമ്മളിപ്പോൾ വിളിച്ചിട്ടുള്ള പേപ്പറിൽ എന്താണ്, ഒരു പേപ്പർ മാത്രം. നമുക്കിപ്പോൾ നോർമലി CHSL CGL പോലുള്ള എക്സാമിനേഷൻ എഴുതുമ്പോൾ അറിയാം, ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്. അത് കഴിഞ്ഞിട്ടാ പിന്നെ ടൈപ്പിംഗ് സ്പീഡ് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ വരുന്നത്. ടയർ 4 വരെ പോകുന്ന ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണ്. അപ്പൊ നമുക്ക് ടയർ 1 ക്വാളിഫൈ ആവണം, ടയർ 2 ക്വാളിഫൈ ആവണം, അങ്ങനെയാണ് നോർമൽ പ്രൊസീജിയർ. പക്ഷെ അതേസമയം നമ്മുടെ MTS എടുക്കുന്നെങ്കിലോ നമുക്ക് ഒരു ടയർ 1 എക്സാമിനേഷനേ ഉള്ളൂ. അതായത് മൾട്ടിപ്പിൾ ചോയ്സിൽ ഒബ്ജക്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരേ ഒരു പേപ്പർ മാത്രം നമുക്ക് ക്വാളിഫൈ ആയാൽ മതി. സിമ്പിൾ അല്ലേ? അതായത് നമുക്ക് പഠിച്ചു കഴിയും, നമുക്ക് ഫസ്റ്റ്ലി തന്നെ പ്രിപ്പയർ ചെയ്ത് ഫസ്റ്റ്ലി തന്നെ എന്ന് വെച്ചാൽ വിത്തിൻ മന്ത്സ് നമുക്ക് എന്ത് ചെയ്യാം, ജോലിക്ക് കയറാം. കാരണം കൂടുതൽ കടമ്പകളില്ല നമുക്ക് കടക്കാനായിട്ട്. പേപ്പർ 1 മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എന്താണ്, പേപ്പർ 1 മാത്രം നമുക്ക് ക്വാളിഫൈ ആയാൽ മതി. പിന്നെ സാലറി കണ്ടോ, 18,000 to 22,000 rupees വരെ എന്താണ് ബേസിക് പേ തന്നെ പറയുന്നുണ്ട്. ബേസിക് പേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബേസിക് പേ 18,000 തൊട്ട് 22,000 വരെ പറയുന്നുണ്ടെങ്കിലും ഇനി ഓരോ അലവൻസ് ഓരോ 3 വർഷം തോറും നമുക്ക് എന്ത് കിട്ടും, വീണ്ടും എന്ത് ചെയ്യും, ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. വീണ്ടും പൈസകൾ ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ എന്താ, നിങ്ങൾക്കൊരു ഭയങ്കര ഒരു ചാൻസ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു 15 വയസ്സിൽ ജോലിക്ക് കയറുന്ന, അല്ലെങ്കിൽ ഒരു 17 വയസ്സിലായിക്കോട്ടെ ജോലിക്ക് കയറുമ്പോഴേ 18,000 തൊട്ട് 22,000 വരെ കിട്ടുന്നവരുടെ കാര്യം എന്നാലോചിച്ച് അവർക്ക് എത്ര വരെ അവർക്ക് പോവാം, എത്ര സാലറി വരെ അവർക്ക് കിട്ടും. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ MTS എന്താണ്, നല്ലൊരു ചാൻസ് ആണ്.
മാത്രമല്ല 10th പാസ് എന്ന് പറയുമ്പോൾ എന്താ അവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? 10th ലെവൽ എക്സാമിനേഷൻ ആയിരിക്കും. അതിൻ്റെ അപ്പുറം വേറെ ഒന്നും നിങ്ങൾക്ക് ചിന്തിക്കാനില്ല. 10th ലെവൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 10th വരെ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അഡ്വാൻസ് പോർഷനോ അങ്ങനെ ഒന്നുമേ ഇല്ല. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളുടെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഫാക്ട് അല്ലെങ്കിൽ നോളജ് വെച്ചിട്ട് തന്നെ കുറച്ചും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് നമ്മുടെ MTS എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. 10th പാസ്സായവർക്ക് എന്താണ് നല്ലൊരു ചാൻസ് ആണ്. നോൺ ടെക്നിക്കൽ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ പേപ്പർ 1 മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇത്രയും സാലറിയും. ഇത് ചെറിയൊരു കാര്യമായിട്ട് ആരും കാണണ്ട, നല്ലൊരു കാര്യമാണ്. നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഭയങ്കരമായിട്ടും നമ്മുടെ ലൈഫ് സെക്യൂർ ആവാൻ പറ്റുന്ന ഒരു രീതിയാണ് പറയുന്നത്. ഇനി അതിൻ്റെ മറ്റു ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് അതിന് കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നോ നെഗറ്റീവ് മാർക്കിംഗ് ഫോർ സെഷൻ 1. നിങ്ങൾക്ക് അറിയാലോ, ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ഇന്നൊരു വീഡിയോ പബ്ലിഷ് ചെയ്തതാണ്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, അതിന്റെ പാറ്റേൺ ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സെഷൻ 1 എന്ത് മാത്രമേ ഉള്ളൂ? മാത്സും റീസണിങ്ങുമാണ്. മാത്സും റീസണിങ്ങുമാണ് സെഷൻ 1 വരുന്നത്. ഇതിന് എന്ത് മതി നമുക്ക്? ശരിക്കും പറഞ്ഞാൽ ക്വാളിഫയിങ് മാർക്സ് മതി. അതായത് ഇപ്പൊ നിങ്ങൾ മാത്സിൽ അല്ലെങ്കിൽ റീസണിങ്ങിൽ കുറച്ച് വീക്ക് ആണെന്ന് വിചാരിച്ചോ, അങ്ങനെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ മതി. 6 അല്ലെങ്കിൽ 6ൽ ഇപ്പൊ എന്താണ്, മാത്സിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റീസണിങ്ങിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ, ഒരു 12 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ ഫസ്റ്റ് സെഷനിൽ നിന്ന് നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ, അതായത് 40 ക്വസ്റ്റ്യൻസിൽ ഒരു 12 അല്ലെങ്കിൽ ഒരു 20ൽ താഴെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ക്വാളിഫൈ ആവുകയാണ്. നിങ്ങൾക്ക് അവിടെ എന്ത് മാത്രം മതി? ക്വാളിഫയിങ് സ്കോഴ്സ് മാത്രം മതി. നിങ്ങൾക്ക് മാത്സ് റീസണിങ് ക്വാളിഫയിങ് മാർക്ക് കിട്ടിയാൽ മതി. അതേസമയം സെഷൻ 2 ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ? അതുകൊണ്ട് തന്നെ ക്വാളിഫയിങ് മാർക്സ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല അവിടെ. ശരിക്കും പറഞ്ഞാൽ എല്ലാ കറക്റ്റ് ആൻസറിന് എത്ര മാർക്കും ഉണ്ട്? ശരിക്കും പറഞ്ഞാൽ 3 മാർക്കും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ കറക്കി കുത്തിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇതിനേക്കാളും മാർക്ക് കിട്ടും അല്ലേ? കറക്കി കുത്തിയാൽ നമുക്ക് 3 മാർക്ക് വിത്തൗട്ട് നെഗറ്റീവ് മാർക്കിംഗ് നല്ലപോലെ കിട്ടത്തില്ലേ? ആ ഒരു കാര്യം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പം മാത്സും റീസണിങ്ങും എന്താണ് പാടായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു ടഫ് ലെവലിലാണ് നിങ്ങൾ മാത്സ് ചെയ്യുന്നത്, എന്തായാലും സിമ്പിൾ മാത്സാണ് വരുന്നത്. കാരണം എന്താ, 10th ലെവലാണ്. എന്നിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവാതെ അല്ലെങ്കിൽ മാത്സിന്റെ ടോപ്പിക്സ് എത്ര കവർ ചെയ്തിട്ടും കുറച്ച് റിസ്ക് ആയിട്ട് തോന്നുന്നവർക്ക് എന്താ, ഇത് നല്ലൊരു ചാൻസ് ആണ്. കാരണം എന്താ, സെഷൻ 1 നിന്ന് മാത്സിന്റെയും റീസണിന്റെയും ക്വാളിഫയിങ് മാർക്സ് എടുക്കത്തുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് സെഷൻ 1 നിങ്ങൾ ഇനിയിപ്പം എന്താ 40 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞു, ഈ 40 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തെന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, അതിന്റെ മാർക്ക് ആഡപ്പായി വരത്തില്ല. എന്താണോ നിങ്ങൾ എഴുതിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഒരു ക്വാളിഫയിങ് മാർക്സ് ഉണ്ട്, അത് പാസ് ചെയ്താൽ മതി. ആ ക്വാളിഫയിങ് മാർക്ക് മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. ഓക്കെ, അതായത് നിങ്ങളിപ്പം ആദ്യത്തെ 45 മിനിറ്റിൽ എന്താണ്, സെഷൻ 1 ആണ് വരുന്നത്. ആ സെഷൻ 1 നിങ്ങൾക്ക് മാത്സും റീസണിങ്ങും മാത്രമേ ചെയ്യാനുള്ളൂ. ആ 45 മിനിറ്റിൽ നിങ്ങൾ ക്വാളിഫയിങ് മാർക്ക് ചുമ്മാ ഇരുന്നത്. ഇപ്പം ഒരു 20 ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ തന്നെ നമ്മൾ എന്തായി, ക്വാളിഫൈ ആയി. 20 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ തന്നെ ക്വാളിഫൈ ആയി. ബാക്കി ക്വസ്റ്റ്യൻസ് എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ്, മാർക്കൊന്നും പോകുന്നില്ല. കാരണം എന്താ, ക്വാളിഫയിങ് ആയിട്ടുള്ള മാർക്ക് മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സാമിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇമ്പോർട്ടൻ്റ് എവിടെയാ, സെഷൻ 2 ആണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സെഷൻ 2 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൻഡ് GK-ക്കാണ് മാർക്ക്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്കോർ ചെയ്യേണ്ടത്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ വിടാതെ ചെയ്യേണ്ടത് ഏതാണ്, ആ ഒരു സെഷനാണ്. സെഷൻ 2 ആണ്. നമുക്ക് വിടാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഫീൽഡ് എവിടെയാണ്, സെഷൻ 2-ലാണ്. അവിടെ എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതും എന്താണ്, 1 മാർക്കിന്റെ നെഗറ്റീവിംഗ് ആണ് വരുന്നത്. 3 മാർക്കാണ് ശരിയായ 3 മാർക്കും നെഗറ്റീവായ 1 മാർക്കും. എവിടെ, സെഷൻ 2-ൽ. ഓക്കെ, സെഷൻ 2 എന്തൊക്കെയാണ്, GK-യും ഇംഗ്ലീഷും ആണ് സെഷൻ 2 എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ സെഷൻ 2-നെ വേണം എപ്പോഴും എന്ത് ചെയ്യാൻ, കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ. നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി ചെയ്യുന്നവരായാലും നമ്മൾ എന്തേ ചെയ്യാവൂ, ഇംഗ്ലീഷും GK-യും മാത്രം ഫോക്കസ് ചെയ്താൽ മതി. വേറെ ഒരു സബ്ജക്റ്റും അഡീഷണലി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. അത് പഠിക്കണമെന്ന് തന്നെ ലാസ്റ്റ് ഒരു 1 മന്തിൻ്റെ ഒരു മോക്ക് ചെയ്താൽ മാത്രം മതി. ഒരു 2-3 മോക്ക് ചെയ്യുമ്പോൾ തന്നെ മാത്സും റീസണിങ്ങും നിങ്ങൾ സെറ്റാവും. അപ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എവിടെയാണ്, GK-യും ഇംഗ്ലീഷും. അത് പക്കാ നിങ്ങൾ പഠിച്ചോണം. ഇംഗ്ലീഷൊക്കെ ഇപ്പോഴേ ഓരോ നമ്മൾ ഗ്രാമർ എടുത്തിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പിന്നെ എന്താ, ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ.
ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻസ് ഉണ്ട്. അതായത് നിങ്ങളിപ്പം 16 വയസ്സിൽ അല്ലെങ്കിൽ 15 വയസ്സിൽ ജോലിക്ക് കയറിയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ എത്ര വയസ്സ് കയറിയാൽ നിങ്ങളിപ്പോൾ 10ന്റെ ലെവലിലുള്ള എക്സാമിനേഷൻ ക്വാളിഫൈ ആയതാണ് കയറിയത്, നിങ്ങൾക്ക് ഇനി എന്ത് വരും? ഡിപ്പാർട്ട്മെന്റ് വഴി ടെസ്റ്റുകൾ വരും. ഡിപ്പാർട്ട്മെന്റ് വഴി ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മുകളിലെ പൊസിഷനിൽ എത്താൻ വേണ്ടി +2 യോഗ്യതയുള്ള എക്സാം വരും, ഡിഗ്രി യോഗ്യതയുള്ള എക്സാം വരും, അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനുള്ള എക്സാമിനേഷൻ വരും, PG അതായത് നമ്മൾ PG കംപ്ലീറ്റ് ചെയ്തെങ്കിൽ അതിൻ്റെത് വരും. അപ്പോൾ ഇതെല്ലാം കഴിയുന്നവർക്ക് എന്താണ്? വീണ്ടും വീണ്ടും ചാൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് ഇപ്പം നമ്മൾ ഗ്രാജുവേഷൻ ലെവൽ കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് വിളിക്കും. അപ്പം നിങ്ങൾക്ക് എന്തായിരിക്കും അവിടെ? പ്രിഫറൻസ് ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി ജോലിക്ക് ഇരിക്കുന്നു, അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വീണ്ടും മുൻതൂക്കം കിട്ടുകയാണ്, നിങ്ങൾക്ക് ഒരു പ്രിഫറൻസ് കിട്ടുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ ഈസി, കുറച്ച് മാർക്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ കട്ട് ഓഫ് ക്ലിയർ ആയി വരാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയൊരു 10ാം ക്ലാസ്സിൽ ഒതുങ്ങേണ്ട ആവശ്യവും നിങ്ങൾക്ക് വരുന്നില്ല. 10ാം ക്ലാസ്സിൽ യോഗ്യതയിൽ നിങ്ങൾ കയറിയെന്ന് വിചാരിച്ചോ, ഇനി ഇരിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു 6-5 വർഷം 6-7 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ ഇരിക്കും? വലിയൊരു ഡിഗ്രി പോസ്റ്റ് ലെവലിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് ഉണ്ടാവും. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സമയത്ത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻസിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് കിട്ടുമെന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആ കാര്യം ആലോചിക്കുക. ഇനി എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞില്ലേ ടയർ 1 എക്സാമിനേഷനേ ഉള്ളൂ. അതിലും ഹവൽദാർ എന്ന് പറഞ്ഞ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഹവൽദാർ ഇപ്പൊ നമുക്ക് ഹവൽദാർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഹവൽദാർ പോസ്റ്റ് വിളിച്ചിട്ടുള്ളതിൽ എന്താണ്? ഫിസിക്കൽ ടെസ്റ്റ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വാക്കിംഗ് ആണ് പറയുന്നത്. ഇത്ര കിലോമീറ്റർ വാക്ക് ചെയ്യണമെന്നാ പറഞ്ഞത്. നടക്കാൻ എളുപ്പമല്ലേ നമുക്ക് ഇത്ര കിലോമീറ്റർ? അതെന്താ? ഫിസിക്കൽ ടെസ്റ്റ്. അത് ഹവൽദാറിന് മാത്രമാണ്. എന്താ ഹവൽദാർ? ഒരു വാച്ച്മാൻ ഡ്യൂട്ടിയാണ് കേട്ടോ. വാച്ച്മാൻ ഡ്യൂട്ടിയാണ്. ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ വാച്ച്മാൻ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടാണ് ഹവൽദാർ ഡ്യൂട്ടി. അതിനെന്താണ്? കുറച്ച് സ്ട്രെനസ് ആയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം നിൽക്കണം, കുറച്ച് എന്ത് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിൽ ഇടപെടണം. അതൊക്കെ കൊണ്ടായിരിക്കും അവരെന്ത് ചെയ്തിരിക്കുന്നത്? ഫിസിക്കൽ ടെസ്റ്റ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പോൾ ഓൺലി വാക്കിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ? മെഡിക്കൽ ടെസ്റ്റ് ഈസി ആയിട്ട് പാസ് ചെയ്യാം. ഒരുപാട് പേർക്ക് ഈ എക്സാമിനേഷനിൽ വരുന്ന ഒരു പ്രത്യേകതയാണ് എന്താണ്? മെഡിക്കൽ ടെസ്റ്റ് കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് കൺഫ്യൂഷൻസും ടെൻഷനും. അതായത് എൻ്റെ പല്ല് ഇത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇതായിപ്പോയി, അപ്പോൾ എൻ്റെ കയ്യിൽ കമ്പിയുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് സങ്കടമുള്ളവരുണ്ട്. അവരൊന്നും ഇതിലെന്ത് ചെയ്യേണ്ട? വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം മെഡിക്കൽ ടെസ്റ്റ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കിട്ടുന്ന രീതിയിലുള്ളതാണ്. ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? മെഡിക്കൽ ടെസ്റ്റും ക്വാളിഫൈ ആവാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ ഒരു ഫാക്റ്റാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗുഡ് പോയിന്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? MTSന് ചാടിക്കയറി അപ്ലൈ ചെയ്തോണം. എന്ന് വരെ ലാസ്റ്റ് ഡേറ്റ് 31/7 ആണ്, അല്ലെങ്കിൽ ഈ മാസം 31 വരെയാണ് സമയമുള്ളത്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് ചെയ്യാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തിക്കോണം. കാരണം ലാസ്റ്റ് നിമിഷമൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു നഷ്ടം വരുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം നല്ലപോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, പിന്നെന്താ? പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഏജ് എത്രയാ പറയുന്നത്? നമ്മളെ ഏജ് എങ്ങനെയാ പറയുന്നത്? ഏജ് പറയുന്നത് 25 വരെയാണ് അല്ലേ? 25 വരെയാണ് MTS പോസ്റ്റും. അത് കഴിഞ്ഞ് ഹവൽദാർ പോസ്റ്റ് 27 വരെ. പിന്നെ ഏജ് ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഏജ് ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വർഷമൊക്കെ ചാൻസ് ഉള്ളവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, മറക്കരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അലവൻസിന്റെ കാര്യം എന്താ? ഞാൻ പറഞ്ഞില്ലേ അലവൻസ് ഉണ്ടെന്ന്. ഇതിൽ വരുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ 18,000 ബേസിക് പേ ആണ് 18,000 നമ്മൾ 22,000 പറഞ്ഞെങ്കിലും ഇതിൽ കൂടെ എന്തൊക്കെ വരും? അലവൻസ് ഉണ്ടടാ. നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ജോലിയല്ലേ നമ്മൾ നോക്കുന്നത്. അങ്ങനെയുള്ള ലക്ഷ്യക്കാർക്ക് എന്തൊക്കെ ഉണ്ട്? ഹൗസ് റെന്റിന്റെ അലവൻസ് വരും. അത് സെപ്പറേറ്റ് ആണ്. നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യും? തരും. ഹൗസ് റെന്റ് അലവൻസ് തരും. നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ നമുക്ക് എന്താണ്? റിട്ടയർമെന്റ് കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ സിസ്റ്റം ഉണ്ട്. അത് കഴിഞ്ഞ് ഡിയർനെസ് അലവൻസ്. അതെന്ന് പറഞ്ഞാൽ എന്താ? ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ഫാമിലിക്കും എന്ത് കിട്ടും? അലവൻസ്, എഡ്യൂക്കേഷണൽ അലവൻസ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമ്മളിപ്പോൾ ദൂര സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അവരെ അവിടെ നിൽക്കാനുള്ള ഒരു അനുവാദം, അങ്ങനെയൊക്കെ ഉള്ള അവരുടെ ഫെസിലിറ്റീസിനൊക്കെ വേണ്ടിയുള്ള നിങ്ങളുടെ ഡിയർ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്കും എന്തുണ്ട്? അലവൻസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞ് ട്രാവലിംഗ്, എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നെങ്കിൽ ഉള്ള അലവൻസ് വരാറുണ്ട്. അത് കഴിഞ്ഞ് സെൻട്രൽ ഹെൽത്ത് സ്കീമിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിൽ നിങ്ങൾ തന്നെ ആഡ് ചെയ്തിരിക്കും. പിന്നെ ലൈഫ് ഇൻഷുറൻസ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ രീതിക്കുമുള്ള അലവൻസ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ ഒരു MTS എക്സാമിനേഷൻ, ഇത്രയും ചെറിയ എക്സാമിനേഷൻ ആയി പോലും നിങ്ങൾക്ക് ഇതെല്ലാം എന്ത് ചെയ്തോണ്ട്? ഈ ഫെസിലിറ്റീസ് സെൻട്രൽ ഗവൺമെന്റിന്റെ പക്കാ ഒരു രീതിയിലുള്ള എല്ലാ പ്രൊവൈഡൻസും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു എക്സാം വഴി തരുന്നുമുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്വാളിഫൈ ആയാൽ നിങ്ങൾക്ക് എന്താണ്? നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. മെഡിക്കൽ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് എന്തുകൊണ്ട്? തരുന്നുണ്ട്. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഉണ്ട്. ലീവ് എൻഗേജ്മെന്റ് നിങ്ങൾക്ക് ആവശ്യം എന്താ?
ലീവ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ലീവ് എടുക്കാനുള്ള ചാൻസും ഉണ്ട്. നമുക്ക് ഒന്നുമില്ലാണ്ട് വീട്ടിൽ ഇരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ നമ്മൾ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് നടക്കുന്നവർക്കൊക്കെ ഇതൊക്കെ എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ടെങ്കിലും ഒന്ന് എഴുതി നോക്കാം. നമുക്ക് ഒരു മാസം 18,000 കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ പ്രൈവറ്റ് കമ്പനീസിലൊക്കെ പോയി അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ജസ്റ്റ് എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ. നിങ്ങൾ അവിടെ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്, ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ ഇത്രയും അലവൻസോടെ വർക്ക് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സുകളിൽ തോന്നി എന്താണ് ശ്രദ്ധിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആ ഒരു കാര്യം നോക്കുക. ഇനി ജോബ്സ്, എന്താണ് ജോബ്സ് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് കാണും. എന്തൊക്കെ ജോബ്സ് ഇതിൽ വരുന്ന, ഇത്രയും അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്, എന്നാലും എന്താണ് ആ ജോബ് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യം കാണും. നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക. എത്രയൊക്കെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാലും നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജിങ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ജോബ്സ് 10th ലെവൽ ജോബ്സ് ആണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, എന്താ 10th ലെവൽ ജോബ്സ് ആണ്. അതുകൊണ്ട് തന്നെ MTS പഴയ ഇപ്പൊ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മൾട്ടി ടാസ്കിങ് എന്നാണ്. മൾട്ടി ടാസ്കിങ് ജോബ്സ് ആയിട്ടാണ് പറയുന്നത്. MTS മൾട്ടി ടാസ്കിങ്, ഒരുപാട് ജോലികൾ മിക്സ് ആയി കിടക്കുന്ന ഒരു ഫീൽഡാണ്. ഓക്കെ, ഒരുപാട് ജോലികൾ മിക്സ് ആയി കിടക്കുന്ന ഒരു എന്താണ് അൺസ്കിൽഡ് ആയിട്ടുള്ള സെമി സ്കിൽഡ് ജോബ്സ് ആണ്. അൺസ്കിൽഡുകാർക്കും അപ്ലൈ ചെയ്യാം, സെമി സ്കിൽഡ് അതായത് ഒട്ടും ഇപ്പൊ 10ാം ക്ലാസ് പഠിച്ചിറങ്ങിയവർക്ക് എന്താ സ്കില്ലുള്ളത്. അപ്പൊ അവരൊന്ന് ആലോചിച്ച് പോകുക, അത്രയും അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ പോലും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ജോബ്സ് ആണ്. അത് കഴിഞ്ഞ് എന്താ സെമി സ്കിൽഡ് ആയിട്ടുള്ള വർക്ക്സ്. സെമി സ്കിൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കമ്പ്യൂട്ടറിന്റെ പണികളും അത്യാവശ്യം നമുക്ക് ഫയലിന്റെ വർക്ക്സും അങ്ങനെയൊക്കെ അറിയുന്നവർക്കൊക്കെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. കാരണം ഇതെന്താ നോൺ ടെക്നിക്കൽ പോസ്റ്റ് ആണ്. ഉറപ്പായിട്ടും പിന്നെ എന്താ അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനല്ലേ അവർക്ക് ആവശ്യമുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഓഫീസ് സ്റ്റാഫ്. ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഓഫീസ് സ്റ്റാഫായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിയമനം കിട്ടും. ഓഫീസ് സ്റ്റാഫായിട്ട് നിയമനം കിട്ടും. അത് ഇത്ര നിസ്സാരമായിട്ടൊന്നും കാണണ്ട. ഓഫീസ് സ്റ്റാഫ് നല്ല ഒരു വർക്ക് തന്നെയാണ്. നമ്മൾ നോർമലി LD ഒക്കെ ചെയ്യുന്ന പോലെ LD ക്ലർക്കിംഗ് പോസ്റ്റ് ഒക്കെ ആയിട്ട് വരും. പിന്നെ പിയൂൺ വർക്ക്സ് എന്ന് പറഞ്ഞാൽ LGS പോസ്റ്റിലൊക്കെ വരുന്ന പോലെ തന്നെ നമുക്ക് പിയൂൺ ലെവലിലുള്ള എന്താ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ഇതായിരിക്കും നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്രയൊക്കെ കുറഞ്ഞ ജോലി അല്ലെങ്കിൽ ഇത്രയൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു പിയൂൺ ജോബാണ് ഇതിനൊക്കെ വേണ്ടി അപ്ലൈ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് ആലോചിക്കാം, നമുക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ്സ് നല്ലതായിരിക്കും. നല്ല ഡിപ്പാർട്ട്മെന്റ്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ വിളിക്കാറുണ്ട്, കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിക്കാറുണ്ട്, കോർട്ട് ഹൈക്കോർട്ട്സിൽ വിളിക്കാറുണ്ട്. അതുപോലെ ഇങ്ങനത്തെ നല്ല നല്ല ഫീൽഡുകളിൽ ND പോലെയുള്ള നല്ല നല്ല അക്കാഡമീസിൽ വിളിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അതെന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതി വലിയ വലിയ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മളിപ്പോൾ ഇത്രയും ചെറിയ ഒരു രീതിയിൽ കയറിയാൽ പോലും നിങ്ങൾക്ക് പിന്നെ കിട്ടുന്ന ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ സെറ്റിൽ ആവാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ലൈഫായിരിക്കും. ഇവിടെ കണ്ടോ, സ്വീപ്പർ ക്ലീനർ വരെ ഈ ഒരു പോസ്റ്റിൻ്റെ അകത്ത് വരുന്നതാണ്. സ്വീപ്പർ ക്ലീനർ, വാച്ച്മാൻ വരുന്നുണ്ട്, ഗാർഡനിങ് ചെയ്യുന്ന ഗാർഡനർ വരുന്നുണ്ട്, ഷിഫ്റ്റിംഗ് വെയിറ്റ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യാൻ തരത്തിന്, അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡ് ചെയ്യാൻ തരത്തിനുള്ള ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ഡിഫറൻറ്റ്. കാരണം എന്താ, മൾട്ടി ടാസ്കിങ് ആണ്. എല്ലാ ടാസ്കും അറിയുന്ന രീതിയിലുള്ള ജോബ്സ് ആയിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തിട്ട് അതെങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ 10 പഠിക്കുന്നേ ഉള്ളൂ, ഇനി അടുത്ത് നിങ്ങൾ എന്ത് ചെയ്തു, ഡിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ +2 കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആയി, നിങ്ങൾ ഡിഗ്രി എന്ത് ചെയ്തു, ഡിസ്റ്റൻ്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഡിഗ്രിയുടെ എക്സാമിനേഷൻ ലെവലുള്ള ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്ത ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനേക്കാളും അടുത്ത വലിയ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല പ്രിഫറൻസോടെ തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ കസ്റ്റംസിലൊക്കെ നോർമലി നമ്മൾ പുറത്ത് നിന്ന് CGL ഒക്കെ എഴുതി കയറുന്നേക്കാളും എന്ത് എളുപ്പമാണ്, MTS വഴി നമ്മൾ എന്ത് ചെയ്യുക, കയറിയിട്ട് പിന്നെ അവിടെ ഇരുന്ന് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതുന്നത്. നമുക്കൊക്കെ എപ്പോഴും പ്രിഫറൻസ് ഉണ്ട്, എപ്പോഴും നമ്മൾ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്താണ് പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. അപ്പം നിങ്ങൾ എന്തായാലും ചൂസ് ചെയ്തിട്ട് എന്താണോ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ രീതിക്ക് തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഈ ജോബ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് എത്രയൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ജോലി എന്താണെന്ന് വെച്ചിട്ട് മനസ്സിലാക്കി, നല്ല പ്രോപ്പർലി മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ് മറക്കണ്ട, 31/7/2024 ഇതിന് മുന്നേ തന്നെ, മാക്സിമം 25-ന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് തീർക്കുക. ഓക്കെ, ഈ ഒരു അഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട്സ്, എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവാതുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ തന്നെ പഠിക്കുക. കാരണം CHSL നടന്നുകൊണ്ടിരിക്കുകയാണ്, CGL വരാൻ പോവുകയാണ്, MTS വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമാണ്, ഒന്നും വേസ്റ്റ് ചെയ്യാനില്ല.
നിങ്ങൾക്ക് ഈ കിട്ടുന്ന ടൈം എല്ലാം നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലി ഈ ഒരു 2024 വർഷം തന്നെ നിങ്ങൾ എല്ലാവരും കാണുന്ന എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ നിർത്തുന്നു. എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.